വീണ്ടും വെള്ളക്കാർക്ക് അടിമകളാക്കുന്ന സമീപനമാണ് ബി.ജെ.പി ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് ലക്കിടിപ്പേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം വിജയകുമാർ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെയെല്ലാം അവഗണിക്കാൻ പറ്റുമോ അവഗണിക്കാൻ ബി.ജെ.പിയുടെ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. അതിനൊത്താശ ചെയ്യുന്ന ഈ ഗവൺമെന്റ് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടട്ടെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും വലതുപക്ഷ മാധ്യമങ്ങളും എല്ലാം തന്നെ നമുക്കെതിരായി ഈ ബി.ജെ.പിക്ക് ഓശാന പാടുന്ന ചങ്ങായിമാരെ പോലെ അവർ നീങ്ങി ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റിനെയും ഈ പ്രസ്ഥാനത്തെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ഭഗീരഥ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങളെ കക്ഷി രാഷ്ട്രീയ രാജ്യമതഭേദമന്യേ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് അതിശക്തമായി ഞങ്ങൾക്കും മാന്യതയുണ്ട്, ഈ കേരളത്തിലെ ജനങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന നിലയ്ക്ക് നമ്മൾ കുനിഞ്ഞുകൂടി അവർ സാഷ്ടാംഗം വണങ്ങുകയല്ല ചെയ്യുന്നത്. ഈ കേരളത്തിലെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ശക്തമായ പോരാട്ടങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന നൽകാതെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPM ലക്കിടിപ്പേരൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്കും റെയിൽവേ ഉൾപ്പെടെയുള്ള മേഖലകൾക്കും ബജറ്റിൽ മതിയായ ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. ലക്കിടിയിൽ നടന്ന പ്രതിഷേധ പരിപാടിക്ക് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ്, എം വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ വിവേചനപരമായ സമീപനത്തിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രകടനം നടന്നത്.